വീണ്ടും രക്തകലുഷിതമായ പശ്ചിമേഷ്യ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷിയാകാൻ പോകുന്നു. പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധം. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ. ടെല്ലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ജെറുസലേമിൽ വലിയ സ്ഫോടനമുണ്ടായി. ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും നടന്നത്. ഇതിനിടെ മിസൈലും പ്രയോഗിച്ചു. ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഇതോടെ മധ്യപൂർവ്വദേശം കലുഷിതമായി മാറുകയാണ്. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറയുന്നു. ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഇറാൻ. എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിച്ചു. ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയക്കുകയായിരുന്നു ഇറാൻ. മഹാഭൂരിപക്ഷവും അയൺ ഡോം തകർത്തെങ്കിലും ടെൽ അവീവിൽ വരെ ചിലത് നിലംപതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതിൽ നിരവധി ഇസ്രായേലികൾക്കും പരിക്ക് പറ്റി. ഇതിന് പിന്നാലെ നോക്കിയിരിക്കാതെ നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന്റെ തിരിച്ചടിയുമുണ്ടായി. ഇത് അതിഭീകരമായിരുന്നു. 150 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. ബലിസ്റ്റിക് മിസൈലുകൾ അടക്കം ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചു. യമനിൽ നിന്ന് ഹൂതി വിമതരും ഇസ്രായേലിലേക്ക് വലിയ രൂപത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്ന് പൗരന്മാരോട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംഘർഷം വിലയിരുത്താൻ UN സുരക്ഷാ കൗൺസിൽ യോഗവും ചേർന്നിട്ടുണ്ട്. ഇസ്രായേലാണ് ആക്രമണം തുടങ്ങിവെച്ചതെന്നും ഇത് പ്രാകൃതമായെന്നും യോഗത്തിൽ ഇറാൻ തുടർന്നടിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടെന്നും 320 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇറാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാതെ പ്രതികാരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇത് അവരുടെ പരമോന്നത നേതാവ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ ആധുനികമായ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും പൈലറ്റിനെ പിടികൂടിയെന്നും ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതും ഇസ്രായേലിനെ സംബന്ധിച്ച വലിയ പ്രഹരമാണ്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശിയുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ആശയവിനിമയം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഇറാനിലെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ രാസമാലിന്യങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റഫേൽ ഗ്രോസി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയെ അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ എത്രത്തോളം വികിരണങ്ങൾ നതാൻസിൽ ഉണ്ടായി എന്ന് കൃത്യമായ കണക്ക് ലഭ്യമല്ല. ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും കൃത്യമായി ലക്ഷ്യമിട്ടായിരുന്നു 200-ലേറെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണമെന്ന് ഇസ്രായേൽ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത്. ഇതിന് മറുപടിയായി ഇസ്രായേൽ ടെൽ അവീവിലേക്ക് ശക്തമായ പ്രഖ്യാപനം ഇന്നലെ രാത്രി നടത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ നിലയമായ നതാൻസ് ആക്രമിക്കപ്പെട്ടിരുന്നു. നതാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഭൂഗർഭ അറകളിലെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചതായും സൂചനകളില്ല എന്നും റഫേൽ ഗ്രോസി UN അറിയിച്ചു. എന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് സെൻട്രിഫ്യൂജുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടതായി ഇറാൻ അറിയിച്ചതായും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റഫേൽ ഗ്രോസി UN സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ആണവ നിലയങ്ങളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അസാധ്യമാണെന്നും ഗ്രോസി ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു. ഇറാൻ ആണവ പദ്ധതികളുടെ തുടിക്കുന്ന ഹൃദയമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്ന നിലയമാണ് നതാൻസ്. ഇറാന്റെ ആണവായുധ ശേഖരണത്തിനുള്ള വലിയ അളവ് ഇന്ധനം കഴിഞ്ഞ 3 വർഷത്തിനിടെ നിർമ്മിക്കപ്പെട്ടത് നതാൻസിലാണ്. ആറ്റം ബോംബ് നിർമ്മാണത്തിന്റെ തൊട്ടടുത്ത ഘട്ടത്തിലെത്തി നിൽക്കുന്ന ന്യൂക്ലിയർ ഇന്ധനമാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ നതാൻസിൽ ഇറാൻ തയ്യാറാക്കിയത്. നതാൻസിലെ ആണവോർജ സമ്പുഷ്ടീകരണ തോത് 60% ഇറാൻ വർദ്ധിപ്പിച്ചു. ഇത് ബോംബ് ഗ്രേഡിനേക്കാൾ അല്പം കുറവാണെങ്കിലും ആണവായുധങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ലെവൽ 90%-ലേക്ക് സമ്പുഷ്ടീകരണം ഉയർത്താൻ കേവലം ആഴ്ചകൾ മതിയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പക്ഷം. അതേസമയം ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ കനത്ത നാശം വിതയ്ക്കുക ഇസ്രായേലിന് പ്രായോഗികമല്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം. ഇറാനിലെ ഏറ്റവും രഹസ്യ സ്വഭാവവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ.
ഇറാനിയൻ നഗരമായ കോമിന് 32 കിലോമീറ്റർ അകലെയുള്ള ഫോർഡോ ഗ്രാമത്തിലാണ് ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോർഡോ ഇസ്രായേലിന് അത്ര എളുപ്പം കടന്നാക്രമിക്കാൻ കഴിയുന്ന ഇടമല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഒരു മലയ്ക്ക് കീഴിലായി തറനിരപ്പിൽ നിന്ന് 1/2 മൈലോളം ആഴത്തിൽ കട്ടിയേറിയ കോൺക്രീറ്റ് കെട്ടിലാണ് ഇറാൻ നിർമ്മിക്കുന്നത്. ദുർഘട പ്രദേശമാണെങ്കിലും ഇവിടവും ഇസ്രായേൽ സേന ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയത്തുള്ള അൽ ഖമനേയി കൊലവിളി നടത്തുകയാണ് ഇസ്രായേലിനെ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ 200-ലേറെ ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചിട്ടും ഇസ്രായേലിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഈ പടുകിഴവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഇസ്രായേൽ എന്തിനാണ് ഇത്രമാത്രം അവർ യുദ്ധം നടത്തുന്നത്? നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ഇത്തരത്തിൽ തിരിച്ചൊരാക്രമണം നടത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇറാനെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ 100% ജൂതന്മാരും മരണപ്പെടുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുമ്പോൾ ഇറാൻ ഏതൊക്കെ തരത്തിലാണ് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലും ജൂതന്മാരെ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് ഇസ്രായേലിനെ ഇറാൻ കൊണ്ടുപോകുന്നത്. ഒടുവിൽ ഒരു തരത്തിലുമുള്ള പിടിച്ചു നിൽപ്പിന് കഴിയാതെ വന്നപ്പോഴാണ് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചത്. ഇസ്രായേലിൻ്റെ സൈനികം, ഇസ്രായേലിൻ്റെ ബുദ്ധികേന്ദ്രം ഒക്കെ, അതായത് മൊസാദ് ഉൾപ്പെടെ ഇറാൻ്റെ താവളങ്ങളിൽ ചെന്ന് ഭൂഗർഭ അറകൾ ഉണ്ടാക്കി അവിടെ ഡ്രോണുകളും ആയുധങ്ങളും നിറച്ച് ഇറാനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇറാനെ തകർക്കാനുള്ള പദ്ധതികൾ മെനയണമെങ്കിൽ മൊസാദിൻ്റെ ബുദ്ധി എത്രമാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള സോഴ്സ്. അതനുസരിച്ച് തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആയത്തുള്ള അൽ ഖമേനിയുടെ വീട് ഇസ്രായേൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഖമേനി ഇപ്പോഴും വൈദ്യുതി പോലും ഭയപ്പെട്ടുകൊണ്ട്, അതായത് ഇസ്രായേൽ ഏത് തരത്തിലായിരിക്കും തിരിച്ചടി നൽകുന്നത്, അതുകൊണ്ട് മെഴുകുതിരി വെട്ടത്തിൽ ഭൂഗർഭ അറകളിൽ എന്നാണ് കേൾക്കുന്നത്. കുറേ നാൾ പുറത്തു വരാതിരുന്ന ഖമേനി പുറത്തു വന്നത് നതാൻസിലെ ആണവായുധം കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന് നേരെ അണുവായുധം ഇറാൻ പ്രയോഗിച്ചാൽ അത് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇറാന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ജനങ്ങളെ ബെഞ്ചമിൻ നെതന്യാഹു സംരക്ഷിക്കും. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. മതഭരണം അവസാനിപ്പിക്കാൻ നിങ്ങൾ തെരുവിലിറങ്ങണം. ഈ മതം കുത്തിവെക്കുന്ന വിഷവിത്തുക്കളെ ഇല്ലാതാക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തരുമെന്ന് ആ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ജനതയ്ക്ക് വേണ്ടിയും സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഇസ്രായേൽ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് കഴിയുന്നത്?